ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയത് ഏകദേശം 4 പേരെയായിരുന്നു ക്ലബ്ബിൽ നിന്ന്. അവരുടെ ഏറ്റവും മികച്ച അസിസ്റ്റൻറ്റ് പരിശീലകനായിട്ടുള്ള ഫ്രാങ്ക് ഡോവൻ, അതുപോലെ മജസ്റ്റിക് സ്ട്രൈക്കറായിട്ടുള്ള ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായിട്ടുള്ള ഡിമിട്രിയോസ് ഡയൻമെൻഡക്കോസ്, കിട്ടിയ അവസരമെല്ലാം മികച്ച രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞ ലാറ ഷോമ, അതേപോലെ കാൻജിത് സിംഗ് പക്ഷേ പറയുകയാണെങ്കിൽ പ്രായമുണ്ട്. സോ ഇറ്റ്സ് ഓക്കെ, കാര്യം പ്രായമുള്ളൊരു താരത്തിന് ഇത്രയും വിരമിക്കാനുമായി താരം. സോ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ലാറ ശർമ്മയുടെ ഒരിക്കലും ഓക്കെ അല്ല. അതേപോലെ ഇപ്പോൾ ഇന്ന് പുറത്താക്കൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൂണയുടെ അഭാവത്തിൽ ഏറ്റവും മികച്ച മിഡ്ഫീൽഡിംഗ് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ താരമായിട്ടുള്ള ഡൈസുക്കി സക്കായി ഇത്തവണ കഴിഞ്ഞു. 1 വർഷത്തേക്കായിരുന്നു താരം വന്നത്. താരത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ ക്ലബിന് താല്പര്യമില്ല. ബട്ട് താരം മികച്ച തന്നെയാണ് കളിച്ചത്. നമ്മൾ കണ്ടു 2 ഗോളും ഏകദേശം 4 അസിസ്റ്റും നേടി വളരെ മികച്ച പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ മിഡ്ഫീൽഡർ പ്രകടനം കാഴ്ചവെച്ചത്. സോ താരം വേറെ ISL ക്ലബ്ബായിട്ടുള്ള റൗണ്ട് ക്ലാസ് പഞ്ചാബിലേക്ക് പോകുമെന്നുള്ള റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അത് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.